കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ മറ്റുള്ള കമ്പനീസിനെ ചലഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 71,000 വാല്യൂഡ് സർട്ടിഫിക്കേഷൻ സർവീസ്, അപ്പോഴും ഈ 71,000 വാല്യൂഡ് സർട്ടിഫിക്കേഷൻ സർവീസ് എന്ന് പറയുമ്പോഴും ഇത് എന്താണ്, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ UG PG ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് ഇത് ബെനിഫിറ്റ്ഫുൾ ആണോ? ഇതെങ്ങനെയാണ് അവരെ കരിയർ ബേസ് ആയിട്ട് അല്ലെങ്കിൽ അവർക്കൊരു എഡ്യൂക്കേഷണൽ ബേസ് ആയിട്ട് ഇത് എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നത്? അതിനു മുമ്പ് ചെറിയൊരു തരത്തിൽ സർട്ടിഫിക്കേഷൻ സർവീസ് അല്ല, നമ്മൾ കൊടുക്കുന്ന കോഴ്സസ് ആൻഡ് ആഡ് ഓൺ സർവീസസ്. അപ്പം ഇതിന്റെ ബെനിഫിറ്റ് പാർട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, തുടക്കത്തിൽ ഒരാളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് MBA അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ അതർ PG പ്രോഗ്രാംസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫസ്റ്റത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നമ്മളുടെ ക്രൈറ്റീരിയ വെക്കുകയാണ്. ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ട് യൂണിവേഴ്സിറ്റിന്റെ എല്ലാ അപ്രൂവൽസും അതുപോലെ തന്നെ എല്ലാ മറ്റുള്ള വിഷയങ്ങളും മനസ്സിലാക്കിയിട്ട് ഒരാളെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരു യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യുക. അതാണ് നമ്പർ 1 തിങ് എന്ന് പറയുന്നത്. പ്രസന്റ്ലി ഒരു സ്ഥാപനങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഓരോ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് ഡയറക്റ്റ് പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് ആ കൺസൾട്ടിങ് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് പ്രസന്റ്ലി നമ്മൾ ചെയ്യുന്നുള്ളത് ഒരു യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യാതെ ഒരാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. അവർക്ക് ഏറ്റവും അവർക്ക് ഓരോ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അത് നമ്പർ 1 പ്രോഗ്രാം, ഫസ്റ്റത്തെ നമ്മുടെ സർവീസസ് അതാണ്. ദെൻ സെക്കൻഡ് തിങ് എന്ന് പറയുമ്പോൾ അവിടെ ആയില്ല. ഒരാൾ ഒരു MBA അല്ലെങ്കിൽ അത് പ്രോഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സെലക്ട് ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അതിൽ ആ സ്പെഷ്യലൈസേഷനിൽ എന്ന് പറയുന്നത് അതൊരു ഡൊമൈനാണ്, അതൊരു പൊസിഷനാണ്, അതൊരു കരിയറാണ്. ആ കരിയർ എക്സ്പെർട്ടൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഡൊമൈൻ എക്സ്പെർട്ടൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ പൊസിഷൻ എക്സ്പെർട്ടൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തു നിന്നും ഒരു 3 months ഡിപ്ലോമ സർട്ടിഫിക്കേഷൻ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതിന് കൃത്യമായിട്ടുള്ള ഇൻഡസ്ട്രി എക്സ്പേർട്ടും ഞാൻ അടക്കമുള്ള ഒരുപാട് ആളുകളുടെ ഇൻഡസ്ട്രി എക്സ്പെർട്ടിന്റെ കൃത്യമായ സെഷൻ കൊടുത്ത് കരിയർ ഡൊമൈൻ എക്സ്പെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ ഓറിയന്റഡ് 3 months ഡിപ്ലോമ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നു. അതിന്റെ സെഷൻസ് കൊടുക്കുന്നു. അതായത് ഒരാൾ എടുക്കുന്ന സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ അവരുടെ PG ബേസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ സർട്ടിഫിക്കേഷൻ. അവരുടെ PGയിൽ അവരെടുക്കുന്ന സ്പെഷ്യലൈസേഷൻ. ഈ PG എന്ന് പറയുന്നത് MBA, അതൊരു ഡിഗ്നിറ്റി ആണ്. അതിലല്ല കാര്യം, അതല്ല ഇവരെ ജോബ് നേടിക്കൊടുക്കുന്ന കാര്യം. ഇവരെടുക്കുന്ന ഈ ഡൊമൈൻ ആണ്, ഈ സ്പെഷ്യലൈസേഷൻ ആണ്. മേ ബി അത് HR ആവാം, അത് ഫിനാൻസ് ആവാം, അത് മാർക്കറ്റിംഗ് ആവാം, ഓപ്പറേഷൻ ആവാം, ഏതും. ഇതിന്റെ അണ്ടറിലും ഒരുപാട് പൊസിഷൻസും വരും. ഒരു HR ആണെന്നുണ്ടെങ്കിൽ പേറോൾ വരാം, മനസ്സിലായില്ലേ, റിക്രൂട്ട്മെന്റ് വരാം. ഇനിയിപ്പം സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ അതിലും ഒരുപാട് അസിസ്റ്റന്റ് വരാം, TL വരാം, സെയിൽസ് ഡയറക്റ്റ് BDA വരാം. അങ്ങനെ ഒരുപാട് പൊസിഷൻസ് ഉണ്ട്. ക്ലിയർ ആയോ? മാർക്കറ്റിംഗ് ആണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരാം, സോഷ്യൽ മീഡിയ മാനേജർ ആവാം. അങ്ങനെ ഒരുപാട് പൊസിഷൻസ് ഉണ്ട്. അപ്പൊ അതാണ് രണ്ടാമത്തത്. അതിൽ എത്രത്തോളം എക്സ്പെർട്ടൈസ് ആവാം എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്നുള്ളത്. അതിലും ആയിട്ടില്ല. ഇനി നമ്പർ 3 എന്ന് പറയുന്നത് എന്താണ്? ഇവരുടെ ഈ പഠനം കഴിഞ്ഞാൽ ഹെഡ് ഏക്ക് ഇല്ലാതെ ഇവർ കംപ്ലീറ്റ് ചെയ്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞു 17 lakh സ്റ്റുഡൻസ് അക്കോമഡേറ്റ് ചെയ്ത് ഓൺലൈൻ ഡിഗ്രി ഓർ PG ഞാൻ പറഞ്ഞു. അതിൽ ഏകദേശം വരുന്നുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു 10 lakh കുട്ടികൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഫിനിഷ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഈ വർക്കിംഗ് പ്രൊഫഷണൽസ് വളരെ ഈസി ആയതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് ഇവർക്ക് ഫോളോ അപ്പ് ചെയ്യാനോ ഫോക്കസ് ചെയ്യാനോ പറ്റുന്ന ഒരു ചലഞ്ചസ് ഇപ്പൊ അവരുടെ ഇടയിൽ ഡ്രോപ്പ് ഔട്ട് ആവുന്നുണ്ട്. അത് മറന്നു പോവാണ്. എക്സാമിനേഷൻ പോലെ സിമ്പിൾ ആയിട്ട് കാണാവുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ അപ്പൊ അവിടെ ഹെഡ് ഏക്ക് ഇല്ലാതെ അവരെ എൻഡ് ടു എൻഡ് ലെവലിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. മനസ്സിലായില്ലേ? അപ്പൊ അതിന് നമ്മളുടെ ഓൺ ഡാഷ്ബോർഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരുടെ സ്റ്റഡീസ് ഏറ്റവും സ്മൂത്ത് ആക്കുക, വളരെ എഫക്റ്റീവ് ആക്കുക. പക്ഷെ ഓൺലൈൻ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിക്ക് ഇത് ഡയറക്റ്റ് ചെയ്തുകൂടെ? അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള കസ്റ്റമർ സപ്പോർട്ട് ടീമും കസ്റ്റമർ സർവീസ് ടീമും ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഒരു കുട്ടിക്ക് അപേക്ഷിച്ചിടത്തോളം യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ വളരെ ഹൈലൈറ്റ് ഒരുപാട് കുട്ടികൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോം. അപ്പൊ കസ്റ്റമർ കെയർ ആയിരിക്കും അവരുടെ ഒരു നെക്സ്റ്റ് സൊല്യൂഷൻ അവർ കൊടുക്കുക. അപ്പോൾ ഒരു സ്റ്റുഡന്റ് വിളിക്കുന്ന സ്പോട്ടിന് തന്നെ കസ്റ്റമർ കെയറിന്റെ അടുത്ത് നിന്ന് ആൻസർ കിട്ടണമെന്നില്ല. അപ്പം ബിറ്റ്വീൻ യൂണിവേഴ്സിറ്റി ആൻഡ് സ്റ്റുഡന്റ് ഒരു സപ്പോർട്ടർ എന്നുള്ള നിലയിൽ നമ്മുടെ ക്ലയന്റ് സപ്പോർട്ട് അവിടെ സ്ഥാപിക്കുമ്പോൾ തന്നെ അവർക്ക് എന്ത് ചെയ്തു, വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റി. അതിന് നമ്മളൊരു 24x സൊല്യൂഷൻ ഡെസ്ക് നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. അതുപോലെ തന്നെ 9x7 നമ്മുടെ കസ്റ്റമർ കെയർ സപ്പോർട്ട് ഉണ്ട്. നമ്മുടെ കസ്റ്റമർ കെയർ നമുക്ക് പറയാൻ പറ്റത്തില്ല, എനി ടൈം ഹാപ്പൺ ആണ്, എനി ടൈം അവർക്ക് അവൈലബിൾ ആയി കിട്ടും. ക്ലിയർ ആയോ? അപ്പൊ ഇതൊരു സ്മൂത്ത് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളുടെ ടോട്ടൽ സ്റ്റുഡൻസ് എല്ലാവരും വരുന്ന വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ട്. അപ്പോൾ ഒരു ടീം ഓഫ് HR ഡൊമൈൻ ഉണ്ടാവും, ഒരു ടീം ഓഫ് ഫിനാൻസ് ഡൊമൈൻ ഉണ്ടാവും, ഒരു ടീം ഓഫ് മാർക്കറ്റിംഗ് ഡൊമൈൻ ഉണ്ടാവും, ഒരു ടീം ഓഫ് ടെക് ഡൊമൈൻ ഉണ്ടാവും. ഈ പറയുന്ന ഡൊമൈനൊക്കെ ഒരു നെറ്റ്വർക്കിംഗ് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബിൽഡ് ചെയ്യാനുള്ള സഹായിക്കുന്ന കുട്ടികൾക്ക് ഈ പറയുന്ന ഏരിയയിൽ. ഇനി ഇതും കൊണ്ടും ആയില്ല, ഇനി കംപ്ലീറ്റ് ചെയ്തു അവര് ഒരു യൂണിവേഴ്സിറ്റി നന്നായിട്ട് സെലക്ട് ചെയ്തു, അവര് സ്മൂത്ത് ആയിട്ട് ഹെഡ് ഏക്ക് ഇല്ലാതെ വളരെ എഫക്റ്റീവ് ആയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, അവർ ഡൊമൈൻ എക്സ്പെർട്ടൈസ് ചെയ്തു. പോരാ, ഒരു 60% ആണ് ഇന്ന് ഇന്ത്യയിൽ യങ്സ്റ്റേഴ്സ് ഉള്ളത്. അതിൽ 2 to 3% ആണ് 15 LPA മോർ ദാൻ 20 LPA കളക്ട് ചെയ്യുന്ന ആളുകൾ.
അവരുപയോഗിക്കുന്ന സ്ട്രാറ്റജീസ് എന്താണ്, അവരുപയോഗിക്കുന്ന ലെവൽ എന്താണ്, എന്തുകൊണ്ട് അവർക്ക് ഈ സാലറി കിട്ടുന്നു, അവർ വളരെ ഇന്റലിജന്റ് ആയതുകൊണ്ടാണോ? അല്ല, അവിടെ അവർ വളരെ ഫോക്കസ്ഡ് ആണ്. അവരുടെ കരിയർ ആയിട്ട് അവർ വളരെ ഫോക്കസ്ഡ് ആണ്, അവർ വളരെ സ്ട്രക്ചേർഡ് ആണ്. ഓക്കെ, വളരെ ഐഡിയൽ ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആണ് അവർ. ഇതിനെ ബന്ധപ്പെട്ട് ജോബ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോഗ്രാംസ് TBO ദ ബെസ്റ്റ് വൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആയിരിക്കും ഈ പറയുന്ന കുട്ടികൾക്ക്. അപ്പൊ ഈ 4 സംഭവങ്ങൾ കൂടി എടുക്കുമ്പോഴേക്കും ഒരു സ്റ്റുഡന്റ് ടോട്ടലി എന്താവും, ഷേപ്പ് ആവും, അതുപോലെ തന്നെ ഡിസൈൻഡ് ആവും, വളരെ ഫോക്കസ്ഡ് ആവും, സിസ്റ്റമാറ്റിക് ആവും. അപ്പൊ ഈ പറയുന്ന ഞാൻ 2 to 3% ഹൈ LPA കളക്ട് ചെയ്യുന്ന ആ ഒരു സിമിലർ കാറ്റഗറിയിലേക്ക് ഇവരും കൂടി എത്തും. സോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മളിവിടെ കഴിഞ്ഞു പോയ ഒരുപാട് ആളുകൾ നല്ല LPA സാലറിയിലേക്ക് പോകുന്നുള്ളത്. അത് ഞാൻ പറയാറുണ്ട്, ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ജോബ് പ്ലേസ്മെന്റ് തരുന്നതിലല്ല കാര്യം. നിങ്ങൾ അങ്ങോട്ടേക്ക് കമ്പനീനെ ഫോക്കസ് ചെയ്യരുത്, കമ്പനി നിങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിക്കണം, അതിനുള്ള സ്ട്രാറ്റജി നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം ഞാൻ പറയാറുണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഒരു ഫോക്കസ്. അപ്പൊ ഈ 4 സംഭവങ്ങളാണ് ഈ 71,000 നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ ഇതിന്റെ ഡെലിവറി പോയിന്റ്സ് എങ്ങനെ, അതായത് ഇപ്പൊ ഈ പ്രോഗ്രാംസ് പറഞ്ഞു, കസ്റ്റമർ സപ്പോർട്ട് പറഞ്ഞു, എങ്ങനെ ഇതിന്റെ ടോട്ടൽ ഒരു എങ്ങനെ ചാനൽ ത്രൂ എങ്ങനെയാണ് പോകുന്നത്? സോ നമ്മൾ ഒരു കുട്ടിയെ ആദ്യം തന്നെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് നമ്മുടെ എൻജിനിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുക്കും. അപ്പൊ അതിൽ അവർ വളരെ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ പേഴ്സണൽ ആയിട്ട് അവർ കൊടുക്കാത്ത ചില ഡീറ്റെയിൽസ് ഉണ്ടാവും, നമുക്ക് ചോദിക്കാൻ പറ്റാത്തതും അഡ്രസ് ചെയ്യാൻ പറ്റാത്തതും. അതൊരു മെന്ററായിട്ട് അവർക്ക് ഡിസ്കസ് ചെയ്യാം. ഇത്ര സാലറി വാങ്ങി അല്ലെങ്കിൽ ഇന്ന ചലഞ്ചസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഈ പറയുന്ന എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ട് നമ്മുടെ അസിസ്റ്റന്റ് മെന്റർ എന്ത് ചെയ്യും, ഈ പറയുന്ന ഡീറ്റെയിൽസ് മെന്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. മെന്റർ എന്ന് പറഞ്ഞാൽ 15 years എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റിസർച്ചേഴ്സും മെന്റേഴ്സും നമ്മൾക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇവർ കൃത്യമായി അതിനെ പഠിച്ചുകൊണ്ട് ആ പഠിച്ച വിഷയം കൊണ്ട് എടുത്തുകൊണ്ട് എന്ത് ചെയ്യും, ഇവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യും. അതാണ് ഫസ്റ്റ് ഡെലിവറി പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ യൂണിവേഴ്സിറ്റി മാറ്റർ അവിടെ കഴിയും. പിന്നെ അവരെ നമ്മൾ പ്ലെയിൻ സപ്പോർട്ടിലേക്ക് ഓൺബോർഡ് ചെയ്യും. ആ ഓൺബോർഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ടോട്ടലി എൻഡ് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. രജിസ്ട്രേഷൻ, അഡ്മിഷൻ ആൻഡ് EMI ആണെങ്കിൽ EMI, സ്കോളർഷിപ്പ് ആണെങ്കിൽ സ്കോളർഷിപ്പ്, ഈ പറയുന്ന നെറ്റ്വർക്കിംഗ്, അതിന് നമ്മൾ നമ്മുടെ ത്രൂ ഒരു ഡാഷ്ബോർഡ് കൂടി ആയിരിക്കും പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ ക്ലയൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ക്ലയൻസ് മീൻസ് വർക്കിംഗ് പ്രൊഫഷണൽ ആവട്ടെ, സ്റ്റുഡൻസ് ആവട്ടെ, പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം പിന്നെ ഒരു ഫസ്റ്റ് സെമസ്റ്റർ ഒക്കെ കഴിയുന്നതോടെ നമ്മൾ കൊടുക്കുന്ന ഈ കരിയർ ഡൊമൈൻ എക്സ്പെർട്ടൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്ട്രാ ഓറിയന്റഡ് 3 months സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം നമ്മൾ കൊടുക്കും. ഡിപ്ലോമ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം, അതായത് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ലെവലാണ് നമ്മളത് കൊടുക്കുക. അതിന് നമ്മളെ ഇൻഡസ്ട്രി എക്സ്പെർട്ടും കാര്യങ്ങളായിരിക്കും സെഷൻസ് കൊടുക്കുക. അപ്പൊ അതും കൂടി കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം ഇവർ ജോബിൽ എനിവർ ദ വേൾഡ് എവിടെ പോയി കഴിഞ്ഞാലും ഇവർ സക്സസ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 to 3% ഉണ്ടല്ലോ, അതിലേക്ക് ഉൾപ്പെടാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഇന്റർവ്യൂ അപ്രോച്ച് ആവട്ടെ, ഇൻസ്റ്റെഡ് ഓഫ് CVക്ക് പകരം എങ്ങനെ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഒരു കമ്പനീനെ സെലക്ട് ചെയ്യാം, ഓക്കെ, എങ്ങനെ കരിയർ എൻഹാൻസ് ചെയ്യാം, ഓക്കെ, ദെൻ എങ്ങനെ പ്രൊമോഷൻ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഒരു കമ്പനിയിലേക്ക് സ്വിച്ച് ചെയ്യാം, ഓക്കെ, ഈ നമുക്ക് കിട്ടുന്ന റവന്യൂ അതിലൊരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. നമുക്കൊരു മേ ബി 50,000 ആയിരിക്കും മന്ത്ലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര എമൗണ്ട് നമ്മൾ സേവ് ചെയ്ത് നമുക്കൊരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാം ഈ എമൗണ്ട് കൊണ്ട്. അപ്പോൾ മേ ബി ഒരു 12 months എന്ന് പറയുമ്പോൾ 6 lakh ആയിരിക്കും നമുക്ക് ടോട്ടൽ സാലറി കിട്ടുക. പക്ഷെ ഇതേ 6 lakhൽ ഒരു വർഷം കഴിയുമ്പോഴേക്കും അതൊരു 8 lakh 9 lakh എങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ടോട്ടൽ കാര്യങ്ങളാണ് ഈ TBO എന്ന് പറയുന്ന പ്രോഗ്രാം കൊടുക്കുക. അപ്പം അതിനെ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മെന്റേഴ്സും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ എക്സ്പേർട്ടും ആയിരിക്കും ഈ പറയുന്ന എല്ലാ ക്ലാസ്സുകളും എല്ലാ സെഷൻസും അവർക്ക് നമ്മളുടെ ചാനൽ ത്രൂ LMS ത്രൂ കൊടുക്കും. ടോട്ടലി സ്റ്റുഡൻസിനെ പാക്ക് ചെയ്ത് അവരെ നാവിഗേറ്റ് ചെയ്യും. യെസ് ടോട്ടലി നമ്മളെ സ്റ്റുഡൻസ് എടുത്ത്. അപ്പൊ ഇത് ഈ പറയുന്ന പരിപാടി, ഈ പറയുന്ന ഫംഗ്ഷൻസ് ഇന്ത്യയിൽ വേറെ ഏത് സ്ഥാപനം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഒരിക്കലും ഒരാൾക്കും ഇത്രയും പീപ്പിൾ ഓറിയന്റഡ് ആയിട്ട് സർവീസ് ഫോക്കസ് ചെയ്യുന്ന, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി, കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി, ഒരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് കമ്പനി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഒബ്വിയസ്ലി ഞാൻ മനസ്സിലാക്കുന്നത് അതില്ല എന്നുള്ളതാണ്.